സർ, ഇത്രയും വിവാദമായൊരു മർഡർ കേസ് അന്വേഷിക്കാൻ നമ്മൾ നിയോഗിച്ചൊരു പോലീസ് ഓഫീസർ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വച്ചിരിക്കുന്ന ആദ്യ കോൺഫറൻസിൽ പോലും വരാൻ വൈകുന്നു എന്ന് പറഞ്ഞാൽ? സർ, ഒരു സത്യം തുറന്നു പറയുകയാണ്, അയാളുടെ ഈ പോക്ക് തീരെ ശരിയല്ല എന്ന് പറഞ്ഞ അയാളെ എഴുതിത്തള്ളാൻ വരട്ടെ. മോഹൻദാസ് വരും ഉടൻ തന്നെ. ഇത്രയും പ്രയാസപ്പെട്ട് സല്യൂട്ട് ചെയ്യണ്ട. അല്ല മോഹൻദാസ് സാറ്, ഈ സൂപ്പറിന്റെ ഓഫീസിൽ ഈ സൂപ്പർ സ്കൂട്ടർ ഈ ചങ്ങലക്കിട്ട് പൂട്ടണ്ട വല്ല കാര്യമുണ്ട്? ഉണ്ടടോ, ഇതിനകത്തെ ആവശ്യമുള്ളൂ. ഈ കള്ളൻ കപ്പലിൽ തന്നെ എന്ന് കേട്ടിട്ടില്ലേ? വെളിയിലുള്ളവര് മോഷ്ടിച്ച അത് കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം പുറത്തുള്ളവര് മോഷ്ടിച്ച തമിഴ്നാട്ടിൽ കൊണ്ടുപോയി അതിനെ സ്പെയർ പാർട്സ് ആക്കി മാറ്റും. ഇവിടെ ഉള്ളവന്മാര് മോഷ്ടിച്ച ഈ ശർക്കര കുറച്ച് കൈയിട്ട് വരുന്ന പോലെ പാർട്സ് പാർട്സ് ആക്കി മാറ്റിക്കളയും. അവസാനം ഉരുട്ടിക്കൊണ്ടുപോകാൻ ടയർ പോലും കാണില്ല. നമ്മുടെ ആൾക്കാരല്ലേ? അതൊക്കെ ശരി തന്നെ, പക്ഷെ അകത്ത് കോൺഫറൻസ് തുടങ്ങിയിട്ട് 1.5 മണിക്കൂറായി. അതുകൊണ്ട് സിപ്പ് ഇടണ്ടാന്നുണ്ടോ? അയ്യേ, ഞാൻ വന്നു സാർ. മിസ്റ്റർ മോഹൻദാസ് ഇവർ എവിടെയായിരുന്നു? അതെ, ഞാൻ മർഡറിനെ കുറിച്ചുള്ള ചില ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ പോയതാണ് സർ. വളരെ വില പിടിച്ച ചില സൂചനകളും തെളിവുകളും എനിക്ക് കിട്ടിയിട്ടുണ്ട് സാർ. എന്താണ് കിട്ടിയ ഡീറ്റെയിൽസ്? അതെ, നമ്പർ 1, വയറ്റത്ത് കത്തി ഉണ്ടായിരുന്നത് കൊണ്ട് വിമൽ രാജ് കത്തിക്കുത്തിയേറ്റാണ് മരിച്ചതെന്ന് ഉറപ്പാണ്. മറിച്ച് ഉണ്ടയാണ് വയറ്റിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ അയാൾ വെടിയേറ്റാണ് മരിച്ചതെന്ന് നമുക്ക് അനുമാനിക്കാമായിരുന്നു. നമ്പർ 2, കത്തിയിൽ മാർക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് അത് മാർക്കറ്റിൽ നിന്നും വാങ്ങിയ കത്തിയാണ്. നമ്പർ 3, കത്തി കറിക്കത്തി അല്ലാത്തത് കൊണ്ട് അതൊരു കൊലക്കത്തിയാണ്. ഇനി കണ്ടുപിടിക്കാനുള്ളത്, ഈ മരിച്ച വിമൽ രാജ് ഇതിനു മുമ്പ് വേറെ ഏതെങ്കിലും കത്തിക്കുത്തിൽ മരിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്ന്, ഏത് തരം കത്തി? സ്റ്റോപ്പ് ഇറ്റ്. സോറി സർ, ഞാൻ ഉദ്ദേശിച്ചത് ഈ മരിച്ച വിമൽ രാജ് ഇതിനു മുമ്പ് ആരെങ്കിലും കൊന്നിട്ടുണ്ടോ എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ മരിച്ചയാളുടെ തിരിച്ചുള്ള പ്രതികാരമാവും ഇത്. എന്ത്? അല്ല, മരിച്ചയാളുടെ അല്ല, ഐ മീൻ മരിച്ചയാളുടെ റിലേറ്റീവ്സിന്റെ. രാവിലെ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ച് ഫുഡൊന്നും കഴിച്ചില്ല. അതാണ് നാവിന്ന് ഇങ്ങനെ അബദ്ധങ്ങൾ. മതി, തനിക്കറിയാലോ അമ്പലക്കുളത്തിലെ വാച്ചറെ ഒരു ഭ്രാന്തൻ മുക്കിക്കൊന്നത്. അന്നും അവിടുത്തെ CI താനായിരുന്നു സാർ. ഞാനന്ന് ലീവിലായിരുന്നു. മാത്രമല്ല, എനിക്ക് മനസ്സിലായിടത്തോളം അന്നത്തെ സംഭവം നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റും ഫയർഫോഴ്സും തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷ് ആയിരുന്നു. ഈ സംഭവം 5-6 പ്രാവശ്യം ലൈവായിട്ട് ടെലികാസ്റ്റ് കാണിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ പോലീസുകാരും ഫയർഫോഴ്സുകാരും മത്സരിച്ച് ആ ഭ്രാന്തനെ രക്ഷിച്ചാന്. സാർ, ഇങ്ങനെ പോവുകയാണെങ്കിൽ അധികം താമസിയാതെ TV-ക്കാര് കാശ് കൊടുത്ത് ആൾക്കാരെ കൊണ്ട് കൊലപാതകങ്ങൾ നടത്തിക്കും. എന്നിട്ട് അവർക്ക് എഴുതി കാണിക്കാം, ദിസ് പാർട്ട് ഓഫ് ദി കൊലപാതകം ഈസ് സ്പോൺസർഡ് ബൈ ഡാബർ അമുൽ ടീ. നിർത്ത്. സിറ്റിയിൽ നടന്ന ഈ മർഡറിന്റെ പ്രധാന അന്വേഷകൻ താനാണ്. അപ്പോഴപ്പോഴുള്ള ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയിരിക്കണം സാർ. കേസ് അന്വേഷണത്തിന് ഇവരിൽ ആരുടെ സഹായം വേണമെങ്കിലും തനിക്ക് സ്വീകരിക്കാം. ഇത് ആലുവ SI മിസ്റ്റർ ശങ്കരൻകുട്ടി, നിരവധി കൊലപാതകങ്ങൾ കണ്ടുപിടിച്ച മിടുക്കൻ. അതെ, ഈ സാലു തോമസ്, ഫോർട്ട് SI, ഫോർട്ടിൽ നടന്ന ബോംബ് ബ്ലാസ്റ്റിംഗ് കണ്ടുപിടിച്ച സമർത്ഥൻ. എന്നാ ഞാൻ അങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ സാർ. താൻ എവിടെ പോകുന്നു? അല്ല സാർ, ഇത്രയും മിടുക്കരായിട്ടുള്ള പോലീസ് ഓഫീസേഴ്സ് ഉള്ളപ്പോ ഈ കേസ് അന്വേഷണത്തിന്റെ ചുമതല എന്നെ എന്തിനേൽപ്പിക്കണം? അതല്ലടോ, തന്നെ അസിസ്റ്റ് ചെയ്യാൻ ഇവരിൽ ആരെയാണ് തനിക്ക് വേണ്ടത്? കേസ് അന്വേഷണത്തിന് ഒരു സഹായിയാണ് സാർ ഉദ്ദേശിക്കുന്നതെങ്കിൽ എനിക്ക് പറ്റിയ ഒരാളുണ്ട്. സാറ് കേട്ടിട്ടില്ലേ, ചക്കിക്ക് കൂട്ട് ചങ്കരൻ? മനസ്സിലായില്ല. അല്ല, പുറത്ത് 6 നിൽക്കുന്ന ആ താമരാക്ഷൻ. ഓ, അയാള് മതിയോ തനിക്ക്? ധാരാളം. ഓക്കെ, എഗ്രി. താങ്ക് യു സാർ. വെരി സോറി. മുകളിൽ നിന്നുള്ള ഉത്തരവാണ്. ഇന്നത്തോടെ തന്റെ പാറാവ് ജോലി അവസാനിച്ചിരിക്കുന്നു. എന്റെ പൊന്ന് സാറേ, ഇനി മുതൽ ഡ്യൂട്ടി സമയത്ത് ഞാൻ ഉറങ്ങത്തില്ല. നന്നായിട്ട് സല്യൂട്ട് ചെയ്യാം. അതല്ലടോ, തന്നെ എന്റെ അസിസ്റ്റന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിരിക്കുക. ഇന്നു മുതൽ നമ്മൾ ഒരുമിച്ച് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നു. ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഈ ഹരികൃഷ്ണൻസിലെ മമ്മൂട്ടിയെയും മോഹൻലാലിനെ പോലെ. അതല്ല, നാടോടിക്കാറ്റിലെ മോഹൻലാലിനെയും ശ്രീനിവാസനെയും പോലെ. പിന്നെ വേറൊരു കാര്യം, അതിനുള്ളതുപോലെ എനിക്ക് ഇടക്കിട്ട് പാര വയ്ക്കാൻ നോക്കിയ എന്റെ വേഷം മാറും. മോനെ ദിനേശ്. ദിനേശനല്ല സാർ, താമരാക്ഷൻ. നരസിംഹം കണ്ടില്ലല്ലേ? ടിക്കറ്റ് കിട്ടിക്കാണില്ല. ഞാനും IG എടുത്ത് വിളിച്ച് പറഞ്ഞ ടിക്കറ്റ് ഒപ്പിച്ചത്. ഇന്നു മുതൽ കമ്പൈൻഡ് ഇൻവെസ്റ്റിഗേഷൻ.
വാവച്ചൻ വണ്ടിക്ക്? പാർവതി എന്താ ഈ വഴിക്ക്? ദാ ഇതുവഴി പോകുമ്പോ വാവച്ചൻ ഇങ്ങനെ നിൽക്കുന്ന കണ്ടു, അതുകൊണ്ട് ഇറങ്ങി. സാറിന്റെ വണ്ടി എന്താ പഞ്ചറായോ? വണ്ടി പഞ്ചറായതുകൊണ്ടല്ലടാ ബോണറ്റ് പൊക്കി വെച്ചിരിക്കുന്നത്. വണ്ടിക്ക് ചെറിയൊരു സ്റ്റാർട്ടിംഗ് ട്രബിൾ. ഇവിടെ അടുത്താണ് ഈ വർക്ക്ഷോപ്പും ഇല്ല. വാവച്ചന് വിരോധമില്ലെങ്കിൽ ഞാൻ ലിഫ്റ്റ് തരാം. വിരോധം ഉണ്ടായിട്ടല്ല, പക്ഷേ വണ്ടി ഇവിടെ എങ്ങനെ? അത് പ്രശ്നമല്ല. വാവച്ച സർപ്പിക്കുള്ളൂ. വണ്ടി റിപ്പയർ ചെയ്ത് ഞാൻ വീട്ടിലെത്തിച്ചേക്കാം. വരൂ വാവച്ചൻ. Come on, please. ഓക്കെ. ഒരേ വാവച്ച, നിന്റെ കാര്യം കട്ടപ്പോക. താനിപ്പോ പഴയ ആളെയല്ല. ഞാൻ പറഞ്ഞില്ലേ വാവച്ചൻ, പഴം കഥകളൊക്കെ പാടെ മറന്നു. ഡൽഹിയും ബോംബെയും പോലുള്ള വൻകിട മെട്രോപൊളിറ്റൻ സിറ്റികളുടെ സന്തതിയായി പോയില്ലേ ഞാൻ. ഡൽഹി എന്ന മഹാനഗരത്തിൽ ഇന്ത്യ ഗേറ്റിനടുത്തുള്ള എന്റെ ലക്ഷറി ബംഗ്ലാവ്, അവിടെ എന്നോടൊപ്പം സംസാരിക്കാനും അന്തി ഉറങ്ങാനും വേണ്ടി നിലയ്ക്കാത്ത ഫോൺ കോളുകൾ. രാഷ്ട്രീയ നേതാക്കൾ മുതൽ എല്ലാം വമ്പന്മാർ. അവരിലൊന്നും വാവച്ചനെ പോലെ കരുത്തനായ ഒരാണിനെ ഞാൻ കണ്ടില്ല. പുരുഷൻ എന്താണെന്ന് സമൂഹത്തിന് മുന്നിൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റിയ ഒരാൾ എന്റെ ജീവിതത്തിൽ, മനസ്സിൽ വാവച്ചന് തുല്യം വാവച്ചൻ മാത്രം. വാവച്ചനെ കുറിച്ച് ഓർക്കാത്ത ഒറ്റ രാത്രി പോലും ഇല്ല. സത്യം പറഞ്ഞാൽ വാവച്ചനെ കാണാൻ കൂടി വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് ഓടിയെടുത്തത്. ഐ ലൈക്ക് യു, ഐ വോണ്ട് യു, പ്ലീസ്. തിരക്കുള്ള ആളാണെന്നറിയാം. ഒരിക്കൽ, ഒരേ ഒരു പ്രാവശ്യം, ഒരേ ഒരു രാത്രി വാവച്ചന്റെ വിലപ്പെട്ട സമയം എനിക്ക് വേണ്ടി ചെലവഴിക്കണം. പ്ലീസ്, നോ എന്ന് പറയരുത്. വരണം. ഞാൻ എന്റെ ബെഡ്റൂമിന്റെ വാതിൽ വാവച്ചന് വേണ്ടി തുറന്നിട്ടിരിക്കും. This is my visiting card. I expect you tomorrow. See you. ഞാനൊരു പാട്ട് പാടാം, കുഞ്ഞുമണി വീണ. അല്ല, ഇതാര്? സാറോ? താനെന്താടോ മാമ ഇവിടെ? ഞാനല്പം ചിക്കിരി വാങ്ങാൻ വന്നാ. എന്നാലും സാറ് ഭയങ്കര ഭാഗ്യവാനാ. മാഡം അങ്ങനെ ആരെപ്പറ്റി അഭിപ്രായം പറയാറില്ല. പക്ഷെ സാറിന്റെ കാര്യം ഒരു 100 വട്ടം പറഞ്ഞു. ചെല്ലി. ആ, എക്സ്ക്യൂസ് മീ. എന്താടോ ഇത്? ഇനി ചിലപ്പോ എനിക്ക് അടിക്കാൻ പറ്റിയില്ലെങ്കിലോ? എന്താ? ഒന്നുമില്ല, അകത്തോട്ട് എന്നാട്ടെ. മാഡം വെയിറ്റിംഗ് ഫോർ യു. ഓക്കെ, ബൈ ബൈ. അങ്ങോട്ട് പോണത് 2 കാലിൽ നടന്ന്, ഇങ്ങോട്ട് വരാൻ പോണത് 4 പേര് ചുമന്ന്. ആ, ഹായ്. ഏയ്, ഞാൻ വല്ലാതെ വേർതിരിക്കുക. അതൊന്നും സാരമൊന്നേ. അയ്യോ, പ്ലീസ്, ജസ്റ്റ് 1 minute. നിന്നെ ഈ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് അത്തറും പൂശി ബെഡ്റൂമിൽ അന്തി ഉറക്കാൻ വേണ്ടിയാണെന്ന് കരുതിയോ? തെക്കേ വാര്യത്തെ ശർമ്മയ്ക്ക് ആണും പെണ്ണുമായിട്ട് കിട്ടിയ നീതിയായിരുന്നടാ ഞാൻ. നിന്റെയൊക്കെ ചുടുചോര കൊണ്ട് തിരുത്തി എഴുതും ഞാൻ. ഇവിടുത്തെ നീതി പുസ്തകത്തിന്റെ താളുകളിൽ പിടിച്ചിരിക്കുന്ന ദ്രവിച്ചു തുരുമ്പിച്ച നിയമലിപികൾ.
വിളിക്ക്. നിനക്ക് ഈ ആരാച്ചാർ നീട്ടുന്ന അവസാനത്തെ വായ്മൊഴി. എത്രയും പെട്ടെന്ന് നിന്റെ വലം കൈയായ വിശ്വനാഥനോട് സുൽത്താൻപേട്ട ബൈപ്പാസ് റോഡിൽ വരാൻ പറയുക. ഒരു അർജന്റ് മീറ്റിംഗ്. വില്യംസ്, പറയുന്നതാണ് ഉചിതം. വില്യംസിന് ഗൂർക്കയുടെ സ്വഭാവമാണ്. കത്തി ഊരിയാലേ പിന്നെ ചോര കണ്ടിട്ടേ മടക്കൂ. വേണ്ട, ഞാൻ വിളിക്കാം. ഹലോ വിശ്വനാഥൻ, ഞാൻ വാവച്ചൻ. ഒരത്യാവശ്യ കാര്യമുണ്ട്. സുൽത്താൻപേട്ട ബൈപ്പാസ് റോഡ് ഞാൻ വെയിറ്റ് ചെയ്യും. വേഗം വരണം. പിന്നെ ഇനി വേണ്ട. ഇവൻ ഓണായാലേ അയാള് ചിലപ്പോ ഇങ്ങോട്ട് വിളിക്കും. ഔട്ട് ഓഫ് റേഞ്ച് ആയിക്കോട്ടെ. ഇയാളുടെ ജീവിതം ഔട്ട് ഓഫ് റേഞ്ച് ആവണത് പോലല്ലേ. യെസ്, വിളിക്ക് CM 1000. ഹലോ, പോലീസ് കൺട്രോൾ റൂം. CI മോഹൻദാസ് ആണോ? സുൽത്താൻപേട്ട ബൈപ്പാസ് റോഡിൽ ഒരു ആക്സിഡന്റ്. എത്രയും പെട്ടെന്ന് എത്തണം. ഇതാണ് സാർ എല്ലാരും പറയാറില്ലേ, കൈനീട്ട് നന്നായാൽ പിന്നെ ഇരിക്കാൻ സമയം ഉണ്ടാവില്ലെന്ന്. ഇങ്ങനെ ഒന്നിനു പുറകെ ഉണ്ടായിട്ട് വന്നാൽ നമ്മളെങ്ങനെ ആദ്യത്തേത് കണ്ടുപിടിക്കുന്നത്? കുറച്ച് സംസാരം, കൂടുതൽ അധ്വാനം. ഇവിടെ താനൊന്നും സംസാരിക്കണ്ട, അധ്വാനിച്ചാൽ മാത്രം മതി. എങ്ങനെയുണ്ടോ? കൊള്ളാം സാർ, നല്ല ഒന്നാന്തര പൈസ. ഒരു 19 രൂപ വില വരും സാർ. വെച്ചോ. ഇതിനകത്തുള്ള എമൗണ്ട് നമുക്ക് 50-50 ആയിട്ട് എടുക്കാം. ഞാൻ ഉദ്ദേശിച്ച സാറിന് ഈ പേഴ്സ് വെച്ച് ഞാൻ കൊലയാളികളെ കണ്ടുപിടിക്കും. ഇനി പറ, ഞാനൊരു മണ്ടനാണോടോ? ഒരിക്കലല്ല സാർ. എന്നാലാണ്. ഇത് വെച്ച് അവരെ കണ്ടുപിടിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതെ സാർ. താനങ്ങോട്ടാ? അല്ല സാർ, നമുക്ക് പോവാം. എനിക്ക് രാത്രി ഉറങ്ങുന്നാലേ പനി വരുമായിരിക്കും അല്ലേ? എന്നാലേ ഇന്ന് രാത്രി താൻ ഉറങ്ങണ്ട. ഒരു മർഡർ നടക്കുന്നത് രാത്രിയിലാണെങ്കിൽ ബോഡിക്ക് കാവൽ നിൽക്കേണ്ടത് പോലീസുകാരന്റെ ഡ്യൂട്ടിയാണ്. അതുകൊണ്ട് താൻ പുലർച്ചെ വരെ ഇവിടെ ഉണ്ടാവണം. ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, കൂട്ടിന് ശവം. ഓൾ ദി ബെസ്റ്റ്. സാറേ, നാളെ രാവിലെ വരുമ്പോഴേ 2 ശവം കൊണ്ടുപോകാനുള്ള ഏർപ്പാട് കേട്ടോ. നല്ല സ്ഫടികം പോലത്തെ ശവം. എന്തോ ഒരു ആഹാരം കഴിച്ചിരുന്ന മനുഷ്യനാണ്. ഇപ്പൊ കിടക്കണ കിടപ്പ് കണ്ട, ശ്വാസം പോലും കഴിക്കാണ്ട്.
ആ കാമരാക്ഷ, ആ അതിങ്ങെടുക്ക. സാറും തുടങ്ങിയ വീഡിയോ വീഡിയോ നോൺസെൻസ്. ആ എംബ്ലം ഇങ്ങെടുക്കണോ? എടോ, നമ്മൾ ഇവിടെ വന്നിരിക്കുന്ന എന്തിനാണെന്ന് തനിക്ക് മനസ്സിലായോ? കാർ വയ്ക്കല്ലേ? കാറ് വാങ്ങിക്കാൻ. ഇത് കണ്ടിട്ടൊന്നും തോന്നുന്നില്ല. മിടുക്കൻ, എനിക്ക് പറ്റിയ ആള് തന്നെ. പേരെന്താ പറഞ്ഞത്? താമരാക്ഷൻ. താമരാക്ഷൻ. എല്ലാ ഇൻവെസ്റ്റിഗേഷൻ ഞാൻ കൂടെ കൊണ്ടുപോകാം കേട്ടോ. സാറിന്റെ ഇഷ്ടമാണെങ്കിൽ പിന്നെ Correct. ഇത് ഈ കാറിൽ നിന്ന് തന്നെയാണ് വീണിരിക്കുന്നത്. സാർ, ഒരു പ്രൊമോഷൻ ഉറപ്പാ. ഇവൻ ഇപ്പൊ തന്നെ പൊക്കെടുത്ത് ലോക്കപ്പിൽ ഇട്ടാലോ? എടോ, ആരെങ്കിലും പൊക്കുന്നതിന് മുമ്പ് സ്വന്തം ആരോഗ്യസ്ഥിതിയോട് കണക്കിലെടുക്കാം. ആക്ച്വലി ഞാൻ ആ പൊക്കലിൽ ഉദ്ദേശിച്ചത്. ഏത് പൊക്കലിന്റെ കാര്യമായാലും തീരുമാനങ്ങളെല്ലാം ഞാൻ എടുത്തോളാം. എന്തെങ്കിലും മണ്ടത്തൊരു ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ തന്നോട് ചോദിച്ചോളാം. അതല്ലേ നല്ലത്? അതെ. അതെങ്ങനെ നല്ലതാവും? നല്ലതാവില്ലല്ലോ. അതെ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ആ മോഹൻദാസിനെ കൊണ്ട് ഇതൊന്നും കൊള്ളില്ലെന്ന്. എന്റെ പൊന്ന് സാറേ, അവനെ മാറ്റി കേസ് വേറെ വല്ല ആമ്പിള്ളേർക്കും കൊടുക്ക്. ഇവനെയൊക്കെ കാക്കി കൊടുപ്പിട്ട് തന്റെ ഓഫീസിന്റെ മുമ്പിൽ കണ്ണുപെടാതെ നിർത്താൻ കൊള്ളാം. മരിച്ചതെന്റെ ബിസിനസ് പാർട്ണറാ. എത്രയും വേഗം കുറ്റവാളികളെ തിരിച്ചറിയണം. അതെടോ, വാവച്ചൻ എന്റെ കാറിന് മുമ്പിലാണ് വന്ന് വീണത്. അയാളെ ആരോ വണ്ടിയുടെ മുമ്പിലേക്ക് വലിച്ചെറിയായിരുന്നു. എന്നാ പിന്നെ സാറിനാക്കാൻ എസ്പിയോട് പറഞ്ഞാ പോരായിരുന്നു. എന്നിട്ട് ഞാൻ പ്രതിയാണോ അല്ലേ? Wait. ഞാൻ അകത്ത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പുറത്ത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. വേണ്ട, താൻ പുറത്തു നിന്ന് ആരും കാണാതെ 2 ബീഡി വലിച്ചു. താങ്ക് യു, സർ. ഓക്കെ, കാര്യം ആ, വരണം. തന്റെ അന്വേഷണമൊക്കെ ഏതുവരെയായി? നടക്കുന്നു സാർ. ഞാൻ ഇപ്പൊ വന്നത് ആ മരണത്തെക്കുറിച്ച് സാറിൽ നിന്നും ചില വിവരങ്ങൾ അറിയാനാണ്. എന്താ അറിയേണ്ടത്? അല്ല, വാവച്ചന്റെ മരണം കൊലപാതകമാണെന്ന് സാർ എസ്പിയോട് പറഞ്ഞല്ലോ. അങ്ങനെ സംശയിക്കാൻ എന്താ കാരണം? എനിക്ക് സംശയമുണ്ട്. അതെ, അതിന്റെ കാരണമാണല്ലോ ഞാൻ ചോദിച്ചത്. ഓ, ഇവിടെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടല്ലോ. പാതിരാ നേരത്ത് മദ്യപിച്ച് ലക്ക് കെട്ട് റോഡിലൂടെ വന്ന വാവച്ചനെ ഏതെങ്കിലും തമിഴൻ ലോറി ഡ്രൈവർ ഇടിച്ചിട്ടിട്ട് പോയതായിക്കൂടെ? ആ നിലയ്ക്ക് ഇതൊരു കൊലപാതകമാണെന്ന് സംശയിക്കാൻ മാത്രം എന്തെങ്കിലും തെളിവുകളുണ്ടോ താങ്കൾക്ക്? തന്നെ കൊണ്ട് ഞെളിഞ്ഞു നിന്ന് ഇത്തരത്തിൽ വാചക കസർത്ത് നടത്താനേ കഴിയൂ. വാവച്ചനെ ആരോ കരുതിക്കൂട്ടി കൊല ചെയ്തതാണ്. അങ്ങനെ തറപ്പിച്ച് പറയല്ലേ സാർ. നല്ല ഒന്നാം തരം ഒരു മദ്യപാനിയായിരുന്നു വാവച്ചൻ. ആട്ടെ, ഈ വാവച്ചൻ വെറും ഒരു ബിസിനസ് പാർട്ണർ മാത്രമായിരുന്നോ അതോ? അതിൽ കഴിഞ്ഞ് എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അയ്യോ, എനിക്ക് കിട്ടിയ വിവരങ്ങളും സാർ ഈ പറയുന്നതായിട്ട് ടാലി ആവുന്നില്ലല്ലോ. ഒരിടിക്കുളം സരസമ്മയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആയമ്മയ്ക്ക് ഇപ്പൊ ഒരു 40 വയസ്സ് കാണും. പക്ഷെ 25 വയസ്സിന്റെ ചുറുചുറുക്ക്. 10-11 വർഷങ്ങൾക്ക് മുമ്പ് ചില്ലറ ബിസിനസ്സുമായി നടന്നിരുന്ന നിങ്ങൾ ഇടയിലൊരു വിശ്രമത്താവളമായി കണ്ടിരുന്നത് ഈ സരസമ്മയുടെ വീടായിരുന്നു. അന്ന് ആലപ്പുഴ കടലോരത്ത് മീൻ വിറ്റ് നടന്നിരുന്ന വാവച്ചനെ നിങ്ങൾ ആദ്യമായി കാണുന്നതും ഇതേ സരസമ്മയുടെ വീട്ടിൽ വെച്ചാണ്. അന്നത്തെ ആ കൂടിക്കാഴ്ച രാഷ്ട്രീയ രംഗത്തെ ഒരു മേജർ ക്ലിക്കായി മാറുമെന്ന് നിങ്ങൾ പോലും കരുതിയിട്ടുണ്ടാവില്ല. കേരള രാഷ്ട്രീയത്തിൽ പല നിർണായക തീരുമാനങ്ങൾക്കും ബീജാപാപം നടന്നിരിക്കുന്നത് ഈ സരസമ്മയുടെ വീട്ടിലാണ്. മരണം നടന്ന ദിവസം പോലും വാവച്ചൻ സരസമ്മയെ കണ്ടിട്ടാണ് മടങ്ങിയത് എന്നുള്ളതിന് എനിക്ക് വ്യക്തമായ തെളിവുകളുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോ സാറിന് ഇതിനകത്ത് ചാടി ഒന്ന് മുങ്ങിക്കുളിച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ടോ? ലേശം തണുപ്പ് കിട്ടും. നിർത്തോ. ഉത്തരവ്. കൊള്ളാം. ഒരു തുടർ നോവലിലെ പാത്ര സൃഷ്ടി പോലെ മനോഹരമായിട്ടുണ്ട് ഇയാളുടെ ഈ കെട്ടുകഥ. വാവച്ചന്റെ മരണം കണ്ടുപിടിക്കാൻ തന്റെ ഡിപ്പാർട്ട്മെന്റിനും തന്നെ കൊണ്ടും കഴിയില്ലെങ്കിൽ പറ, ഞാൻ കണ്ടുപിടിക്കാം, എന്റെ അണികളുടെ സഹായത്തോടെ. ഓ, സാറിന് നല്ലൊരു ഗുണ്ടാപ്പടയുണ്ടെന്ന് ഞാൻ പത്രങ്ങളിൽ വായിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്രതിയോഗികളെ തല്ലിച്ചതയ്ക്കാൻ മാത്രം പോരെ അവരുടെ സേവനം. കേസിന്റെ അന്വേഷണമൊക്കെ അവരെ ഏൽപ്പിക്കണോ? ഇനി പറയട്ടെ, ബാബച്ചനെ കൊന്നതാണ് അതിക്രൂരമായി, ഒരു ആക്സിഡന്റിലൂടെ. ആ വണ്ടിയുടെ ഉടമസ്ഥനെ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ പൊക്കിയിരിക്കും. വരട്ടെ മിസ്റ്റർ വിശ്വനാഥൻ.